ഇവിടെ കുറെ സാമൂഹ്യ വിരുദ്ധര് കുപ്പി ഗ്ലാസ്സൊക്കെ പൊടിച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയില്ല, ബിയറൊക്കെ അടിച്ചിട്ട് രാത്രി കുറെ ആളുകൾ കണ്ട. അതൊക്കെ മോശം കാര്യങ്ങളാണ് ഇതൊക്കെ ചെയ്യണത്. ഇതൊക്കെ ആര് ചെയ്താലും വളരെ മോശം കാര്യങ്ങളാണ്. കണ്ട ഒരു 2 വീലർ ഓടിച്ച് പഠിക്കണ്ടൊക്കെ കണ്ട. അല്ല പിന്നെ ഇത് ബാഡ് അല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യണത്? ബാഡ് ആൾക്കാരല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യണേ? അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? അല്ലേ? അല്ലല്ല, ഇത് അറിഞ്ഞോണ്ട് പൊട്ടിച്ചതാണ്, ലിക്കറൊക്കെ അടിച്ചിട്ട്. അപ്പൊ ഞങ്ങളിങ്ങനെ കറങ്ങിറങ്ങിയതല്ല പൊന്നു. ഓടണ്ട, വീഴും. അവിടെ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കണേണ്. അപ്പൊ വീഴും പൊന്നൂസ്. ഏത്? അങ്ങോട്ട് പോണ്ട. മഴ പെയ്ത് തന്നെ. അപ്പൊ ഞങ്ങള് മഴ പെയ്യുന്നോർത്ത് റെയിൻകോട്ടൊക്കെ എടുത്തിട്ടുണ്ട് കയ്യില്. അല്ലെ പൊന്നു? മോന് പിങ്ക് ഇഷ്ടം? പിങ്ക് കളർ ഇഷ്ടം? വേറെന്ത് കളർ ഇഷ്ടം? പർപ്പിളും. അപ്പൊ പൊന്നൂസ് ഏത് സ്കൂളിലാ ഇപ്പൊ പഠിക്കണേ? അപ്പൊ ഹൈവേല് രണ്ട് ആൾക്കാർ നടക്കാൻ പറ്റും. ചേട്ടൻ നടക്കാൻ പറ്റില്ല പൊന്നു. എല്ലാരും ഇവിടെ നടക്കാൻ പറ്റില്ലേ വൈകുന്നേരം ആവുമ്പോ? രാവിലെയും വൈകുന്നേരവും ഹൈവേ ഇങ്ങനെ ഓപ്പൺ ആവാത്തോണ്ട് കുറെ പേര് ഡ്രൈവിംഗ് ഓടിക്കുന്നുണ്ട്, കുറെ പേര് നടക്കാൻ. നമ്മളിവിടെ സ്ഥിരം വന്നിരിക്കുവായിരുന്നു അല്ലേ വൈകുന്നേരങ്ങളിൽ. ഇപ്പൊ മഴ ആയതുകൊണ്ട് വരാത്തല്ലേ? സ്കേറ്റിങ്, ചിക്കു സ്കേറ്റിങ് ഇനി വാവ വലുതായിക്കുമ്പോ നമ്മൾ കൊണ്ടുവരും അല്ലേ? വാവേനായിട്ട് വരും അല്ലേ? അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് എന്താ പറയാനുള്ളത്? എന്തൊക്കെ പറയാനുള്ളത് പറ. എന്താ ചെയ്യണ്ടെന്ന് പറ. ഇവിടെ നോക്കി പറ. വേണ്ട, സബ്സ്ക്രൈബ് ചെയ്യണമെന്നാണ് തൻവി മോള് പറയണേ. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കണ്ട ഓരോരുത്തർ നടക്കാറുണ്ട്. ചേട്ടനൊക്കെ കണ്ട കൊടയൊക്കെ പിടിച്ചാണ് നടക്കാറുണ്ട്. ഹൈവേ കാണാൻ നല്ല രസമുണ്ട്. ഇതൊക്കെ ഓപ്പൺ ആയിരിക്കുമ്പോൾ നല്ല രസമുണ്ട്. ലൈനൊന്നും ഇട്ടിട്ടില്ല ഹൈവേയില്. ലൈനൊക്കെ ഇട്ട് കഴിയുമ്പോൾ നല്ല രസമായിരിക്കും കാണാൻ. ലൈറ്റുകൾ വരും, ഒരുപാട് പണികളുണ്ട്. ഡെയിലി പണി നടക്കണം. ഇപ്പൊ മഴ ആയതുകൊണ്ട് ഇങ്ങനെ പണി പെൻഡിങ്ങിൽ കിടക്കണമെന്ന് എനിക്ക് തോന്നുന്നു. ഹൈവേയുടെ ഈ വർഷം അവസാനത്തോടു കൂടി തീരുന്നൊക്കെ പറയുന്നുണ്ട്. കണ്ടറിയണം. ഞങ്ങളുടെ വീടിന്റെ ഈ സൈഡ് ഉണ്ട്. ഈ സൈഡിലേക്കാണ് ഞങ്ങളുടെ വീട്. അവിടെ ഒരു കണക്റ്റിംഗ് ഉണ്ട്. ഇപ്പൊ ആ കണക്റ്റിംഗ് ഇല്ല. ഹൈവേയിലേക്ക് വന്നെ ഞങ്ങൾ ഇത്തിരി ചുറ്റി വന്നു. ഒരു കണക്റ്റിംഗ് ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ തന്നെ ഒരു കണക്റ്റിംഗ് ഉണ്ടാകുന്നു. ഹൈവേയുടെ ഒരു റോഡുണ്ട്. ആ റോഡ് ഇപ്പൊ ബ്ലോക്ക് ചെയ്ത് വന്നു. എന്താ അറിയില്ല, ഞാൻ ഓപ്പൺ ആവുമെന്ന് അറിയില്ല. ഇവിടെയും കുറെ കുപ്പി ഗ്ലാസ് പിടിച്ചിട്ടുണ്ട്. പിള്ളേരൊക്കെ വന്ന് നടക്കണ, ആൾക്കാരൊക്കെ നടക്കണ സ്ഥലം. എന്തൊക്കെ വൃത്തികേടാണ്. ഇത്രയും സൂക്കേടുള്ള ആളുകൾ, ഇത്രയും നശിച്ച ആളുകൾ ഇപ്പോഴും ഇവിടെ ഈ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ടെന്നുള്ളതാണ്. നമുക്കിത് കുടിച്ചോട്ടെ, പക്ഷെ ഇതിനെ പൊട്ടിച്ചിങ്ങനെ ഇറങ്ങിയെന്ന് ഞാൻ ആലോചിക്കണതുണ്ടാ. ആളുകളെ ഉപദ്രവിക്കുക. എന്തോരം ആളുകൾ നടക്കാൻ വന്ന സ്ഥലമൊക്കെയാണ്. ഒന്നുമില്ല, നമുക്കൊരു പുതിയ ഹൈവേ വേണമല്ലോ. ഹൈവേ പണിയണ്ടല്ലോ. ഇതൊക്കെ അധികാരികൾ ഇവരൊക്കെ കൈ കിട്ടിക്കഴിഞ്ഞാൽ നല്ല കൈകാര്യം ചെയ്യണം. കണ്ട ഇത്രയും നല്ല ഹൈവേ ഒക്കെ ഉണ്ടായിട്ട് ഇങ്ങോട്ട് വാ. കാലി കയറും ഇങ്ങോട്ട് വാ. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർ എന്താ ചെയ്യണം? നിങ്ങൾ തന്നെ പറ. നമ്മള് എന്തേലും ഒരു സാധനം ചെയ്യുമ്പോ അവിടെ അത് നോക്കാനായിട്ട്. എവിടെ മയില്? മയില് വരും. ഇവിടെ മയില് ഇഷ്ടംപോലെ മയിലുകളുണ്ട് അല്ലേ പൊന്നോ? എത്ര മയിലുണ്ട് ഇവിടെ? 4 മയിലാ. അപ്പൊ ഈ ഹൈവേയുടെ പണി പൂർത്തിയാക്കിയിട്ട് വേണം നമുക്ക് ഈ ഹൈവേന്ന് എവിടം വരെ പോവാൻ? എവിടം വരെ? അങ്ങ് തിരുവനന്തപുരം വരെ പോവാൻ അല്ലേ? ഈ ഹൈവേയുടെ പൂർത്തിയായിട്ട് അല്ലേ? എന്ന് പൂർത്തിയാവുന്നൊരു പിടുത്തമില്ല. എന്തായാലും രസമുണ്ട്. ഇങ്ങനെ കിടന്ന സ്ഥല ഡെവലപ്മെന്റ് പറ്റ, റോഡുകൾ പറ്റ, അതിൽ നമുക്ക് സന്തോഷമുള്ളൂ. ആര് ഭരിച്ചാലും. മോൻ ചവിട്ടല്ലേട്ടാ, കുപ്പിച്ചില് ചവിട്ടല്ലേ. കുപ്പിച്ചില് പൊട്ടിച്ചിട്ടുണ്ട്. കുപ്പിച്ചില് ചവിട്ടല്ലേട്ടാ. ഇങ്ങോട്ട് വാ.
മഴ പെയ്ത ആകെ നനയും. അതുകൊണ്ട് ഞങ്ങൾ കോട്ടൊക്കെ എടുത്താ വന്നേക്കണേ. കാര്യം നിങ്ങൾക്ക് തൊട്ടടുത്താണ്. വാ 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 വാ. ഞാനൊരു വണ്ടി മേടിച്ചായിരുന്നു, യമഹ RX100. എൻ്റെ ചെറുപ്പം മുതലേ ഉള്ള ആഗ്രഹമാണ് ഒരു യമഹ മേടിക്കണം എന്നുള്ളത്. പക്ഷെ ഇത്രയും പ്രായമായപ്പോഴാണ് എനിക്കത് മേടിക്കാൻ സാധിച്ചതെന്നുള്ളത്. ഒരെണ്ണം അങ്ങനെ ഒത്തു വന്നപ്പോൾ ഞാൻ മേടിച്ചു. വണ്ടിയുടെ വിലയൊന്നും ഞാൻ പറയണില്ല, വണ്ടിക്ക് മോഹമാണ്. പ്രത്യേകത എന്ന് വെച്ചാൽ 1986 മോഡൽ RX100 ആണ്. 86 മോഡൽ. അതാണ് എന്നെ കൂടുതൽ ആകർഷിച്ച ആ ഒരു ഇയർ. നമുക്ക് ആ ഇയർ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്, നമ്മുടെ പ്രായമുണ്ട്. അപ്പം അതാണ് എന്നെ മോഹിപ്പിച്ചത് ഈ വണ്ടി മേടിക്കാനായിട്ട്. അങ്ങനെ ഞാൻ ഇത് മറ്റേ ഫേസ്ബുക്കിൽ കണ്ട് അങ്ങനെ പോയി അവരായിട്ട് സംസാരിച്ച് അങ്ങനെ മേടിച്ചാണ്. ഇങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം വണ്ടി. എൻ്റെ ഒരു ചേച്ചിയൊക്കെ നടക്കാൻ വേണ്ടി ഇവിടെ എല്ലാവരും നടക്കാൻ വേണ്ടിയുണ്ടോ. വൈകുന്നേരങ്ങളായി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാർ നടക്കാൻ വേണ്ടി. ചിക്കു എന്താ ചെയ്യണേ? എന്ത് ചെയ്യാ? നടക്കാൻ പോണ വൈകുന്നേരം. എന്റെ കാലില് കുപ്പിച്ചില് കയറിയെന്ന് തോന്നു പൊന്നു. എന്റെ കാലില് കയറിയെന്ന് തോന്നണ, കാലില് കുപ്പിച്ചില് കയറിയെന്ന് തോന്നണ. ഹൈവേയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വരാം. അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. ഞങ്ങൾ ഒരുപാട് റീൽസ് ഒക്കെ ചെയ്യണ്ട. അപ്പൊ ഇപ്പൊ ഡെലിവറി കഴിഞ്ഞ സമയം ഒരുപാട് റീൽസ് ഒക്കെ അങ്ങോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞങ്ങള് പരമാവധി ഞങ്ങളുടെ റീൽസ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പൊ ഞങ്ങള് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പൊ അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ.